QSVയിലെ മോഡ്യൂൾ 3 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൻട്രൽ ലൈൻ മെത്തേഡാണ്. സെൻട്രൽ ലൈൻ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത്. റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ഒരു പ്രോബ്ലമാണ്. സോ ഫസ്റ്റ് വൺ, പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് മെഷർമെൻറ്റ് ഓഫ് ദി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഷോൺ ഇൻ ഫിഗർ ഫോർ ദി ഫോളോയിങ് ഐറ്റം ഓഫ് വർക്ക് യൂസ് സെൻട്രൽ ലൈൻ മെത്തേഡ്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫോർ ഫൗണ്ടേഷൻ, റാൻഡ് ആൻഡ് ട്രിപ്പൽ മേസൺറി ഫോർ ഫൗണ്ടേഷൻ ആൻഡ് ബേസ്മെൻറ്റ്, ബ്രിക്ക് വർക്ക് ഫോർ വോൾ, ദെൻ RCC ഫോർ റൂഫ് സ്ലാബ്. അതിൽ തന്നെ അഡോപ്റ്റ് 10 cm പ്രൊജക്ഷൻ ഫോർ റൂഫ് സ്ലാബ് ഫ്രം വോൾ ഔട്ട്സൈഡ്. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ പറയുന്നത് വുഡ് വർക്ക് ഫോർ ഡോർ ഫ്രെയിം. സോ അഡോപ്റ്റ് വുഡ് ഫ്രെയിം സൈസ് 10 cm ആൻഡ് 7 cm. ഓക്കെ, സോ ഇതാണ് നമുക്ക് തന്ന പ്ലാൻ. ഈ പ്ലാനും അതിൻ്റെ സ്പെസിഫിക്കേഷനുമാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഇനി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, സെൻട്രൽ ലൈൻ മെത്തേഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ബേസിക് നോളജ് ഉണ്ടാവണം. ജസ്റ്റ് നമുക്ക് അസ്യൂം ചെയ്തൊരു പ്ലാനായിട്ട് ജസ്റ്റ് അസ്യൂം ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്വസ്റ്റ്യനിൽ തരിക ഇന്നർ ഡയമെൻഷൻസ് ആയിരിക്കും. ഇന്നർ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ദിസ് ഇന്നർ വോൾ, ഈ ഇന്നർ വോൾ മുതൽ ഈ ഇന്നർ വോൾ വരെയും, ദെൻ ഈ ഇന്നർ വോൾ മുതൽ ഈ ഇന്നർ വോൾ വരെ, സോറി ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഈ ഡയമെൻഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡിൽ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, നമ്മൾ വോളിൻ്റെ സെൻറ്റർ മുതൽ ഇപ്പുറത്തെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടതാണ്. ഫസ്റ്റ് സെൻട്രൽ ലൈൻ മെത്തേഡിൽ ചെയ്യേണ്ട കാര്യം ഈ ഡിസ്റ്റൻസ്, അതായത് 4 ഭാഗത്തുള്ളയും വോളിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം. അതായത് ഇതിപ്പം ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഈ സൈഡ് 4 മീറ്റർ ആണെങ്കിൽ ഈ സൈഡ് 2 മീറ്റർ ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. സോ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്റർ പ്ലസ് ദിസ് 2 മീറ്റർ, ദാറ്റ് ഈസ് 2 × 2 മീറ്റർ പ്ലസ് 4 മീറ്റർ പ്ലസ് ദിസ് 4 മീറ്റർ, ദാറ്റ് ഈസ് 4 × 2 മീറ്റർ, which is equal to 4 plus 8 is equal to 12 മീറ്റർ. ഓക്കെ, ഇതാണ് നമ്മൾ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്. ഓക്കെ, നമ്മളിനിയപ്പം നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. ഇപ്പം നമുക്കിപ്പം ഇതിൻ്റെ ബ്രിക്ക് വർക്കാണ് നമ്മളിപ്പം കണ്ടുപിടിക്കുന്നത് എന്ന് വിചാരിക്കുക. അതായത് 0.2 ആണ് നമ്മളെ തിക്നെസ്, വിച്ച് മീൻസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2 മീറ്റർ, ദാറ്റ് ഈസ് 20 cm വോളാണെന്ന് വെക്കുക. ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര, ഒരു 3 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെൻട്രൽ ലൈൻ മെത്തേഡ്, ദിസ് സെൻട്രൽ ലൈൻ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ടോട്ടൽ സെൻട്രൽ ലൈൻ, ദാറ്റ് ഈസ് 12 മീറ്റർ, ഇതാണ് ലെങ്ത്ത്, 12 മീറ്റർ ടോട്ടൽ സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2 മീറ്റർ ഇൻറ്റു ഹൈറ്റ് 3 മീറ്റർ. ഇത് നമുക്ക് ബ്രിക്ക് വർക്കിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഈ സെൻട്രൽ ലൈൻ മെത്തേഡ് വെച്ചിട്ട് ഏകദേശം ഈ പോർഷൻ മുതൽ ഈ പോർഷൻ വരെയും, ഈ പോർഷൻ അതായത് ദിസ് സെൻറ്റർ, ഈ സെൻറ്റർ വരെയും, ഇപ്പുറത്തെ കേസാണെങ്കിൽ ഈ സെൻറ്റർ മുതൽ ഈ സെൻറ്റർ വരെയുള്ള വോളിയം ആയിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ അത് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദിസ് പോർഷനാണ് നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. ദിസ് സെൻറ്റർ പോർഷൻ, ഓൾ സെൻറ്റർ പോർഷനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ഈ സ്മോൾ കട്ടിങ്, അതായത് ഈ സ്മോൾ പോർഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ആകുമോ ഇല്ലയോ, നമ്മൾ പ്ലസ് ചെയ്യണോ മൈനസ് ചെയ്യണോ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടോ? അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ലോങ് വോളിൻ്റെ കേസ് എടുക്കാം. നമുക്ക് ഈ ലോങ് സൈഡ് എടുക്കാം. ഈ ലോങ് സൈഡിൽ തന്നെ നമ്മൾ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു എക്സ്കവേഷൻ 0.2 വെച്ചിട്ട്. അപ്പം ഇതുവരെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് സെൻറ്റർ വരെ. അതുപോലെ തന്നെ ഈ ഷോർട്ട് കേസ്, അതായത് ഷോർട്ടർ സൈഡ് ചെയ്യുമ്പോഴും ഇതിൻ്റെ സെൻറ്റർ വരെ നമ്മൾ എന്ത് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത് ഈ ഒരു പോർഷൻ കണ്ടോ, ഈ ഒരു സ്മോൾ പോർഷൻ, ഈ പോർഷൻ എന്ന് പറയുന്നത് ഈ ഞാൻ ഷെയ്ഡ് ചെയ്യുന്ന പോർഷൻ 2 ടൈംസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോങ് വോൾ, അതായത് ലോങ്ങർ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഷോർട്ടർ സൈഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഈ സൈഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 ടൈംസ്. ഇതേ സെയിം ഡയമെൻഷൻ തന്നെയായിരിക്കും നമുക്ക് ഈ സ്മോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്ത ഭാഗത്തെ ഡയമെൻഷനും. അപ്പം 2 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇത് ഇൻക്ലൂഡ് ആയില്ലേ. അതുകൊണ്ട് നമ്മൾ ഒന്നും പ്ലസ് ചെയ്യാനോ മൈനസ് ചെയ്യുവാനോ നിൽക്കേണ്ട ആവശ്യം ഇല്ല.
ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, അതായത് സെൻട്രൽ ലൈൻ മെത്തേഡ് നെക്സ്റ്റ് അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ജംഗ്ഷൻസ് ആണ്. ഇപ്പം നിലവിൽ തന്നിരിക്കുന്ന ഈ പ്ലാനിൽ നമ്പർ ഓഫ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. നമുക്ക് ജംഗ്ഷൻ ഉണ്ടാക്കി ഇപ്പം ഇങ്ങനെ ഒരു വോള് നമുക്ക് ഇവിടെ ഉണ്ട് എന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മളെ വോളിൻ്റെ നമ്പർ ഓഫ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 2 ജംഗ്ഷനാണ്. അതായത് ഒന്ന് ഇവിടെയും നമ്പർ ഓഫ് ജംഗ്ഷൻ 2 ആണ്. ഓക്കെ, ഇനിയിപ്പം ഇൻ കേസ് നമുക്ക് ഇങ്ങനെയും ഒരു വോൾ, അതായത് ക്രോസ് ആയിട്ടൊരു വോൾ വന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് ജംഗ്ഷൻ എത്രയായി? ഒന്ന് ഇത്, രണ്ടാമത് ഇതും ഒരു ജംഗ്ഷൻ. ഇതാണ് നമ്മളെ സെൻറ്റർ ലൈൻ. ഈ സെൻറ്റർ ലൈനിലാണ് എപ്പോഴും നമ്മൾ ജംഗ്ഷൻസ് ഫോം ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്റർ ലൈനും ഇതിങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്താൽ മതി. ഇതാണ് ഈ ബോളിൻ്റെ സെൻറ്റർ ലൈൻ, ഇത് നമ്മുടെ മെയിൻ ബോളിൻ്റെ സെൻറ്റർ ലൈൻ. സോ ഇവിടെ ഒരു ജംഗ്ഷൻ, അതായത് ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്, ദെൻ ഇവിടെ ഒരു ടി ജംഗ്ഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 ജംഗ്ഷനാണ് ഇപ്പം ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ പറയാം. അതായത് നമ്മളെ ലെങ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പോലെ, അത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു b/2 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ മെയിൻ വോൾ പ്രകാരം വോളിയം കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ കവറായി പോകും? ഈ സൈഡിൽ ഇപ്പോൾ മെയിൻ വോളിൻ്റെ എസ്റ്റിമേഷൻ ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ കവറായി പോകുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ ഇതിൻ്റെയും സെൻട്രൽ ലൈൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ സെൻട്രൽ ലൈന് നമ്മൾ പ്ലസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ വരെ, ഈ സെൻറ്റർ, ദിസ് സെൻറ്റർ, അതുപോലെ ഇത് സെൻറ്റർ. സോ ഈ എസ്റ്റിമേഷനിൽ, അത് മെയിൻ വോൾ എസ്റ്റിമേഷനിൽ തന്നെ ഈ ഒരു ഭാഗം, ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗം, അതായത് ഈ രണ്ട് ഭാഗവും, അതായത് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം ഈ മെയിൻ ബോളിൻ്റെ സെൻട്രൽ ലൈനിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു ഓൾറെഡി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഡിഡക്റ്റ് ചെയ്യാനാണ് ഈ നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു b/2. അതായത് ഇവിടുത്തെ b/2 ഈ b. ഓക്കെ, ഈ വിഡ്ത്ത് ഈ b/2ഉം ഇനി ഈ b/2ഉം നമ്മൾ എന്ത് ചെയ്യുന്നത്? മൈനസ് ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഓൾറെഡി നമ്മൾ ഈ മെയിൻ വോളിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. സോ അത് നമ്മൾ ആദ്യം പ്ലസ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കാൽക്കുലേഷൻ റോങ് ആണ്. സോ ഇവിടെ നമുക്ക് ഇതിൻ്റെ മാത്രമേ വേണ്ടൂ, ഈ ഒരു പോർഷൻ മാത്രം, ഇത് മുതൽ ഇതുവരെ ഇതിൻ്റെ സെൻറ്റർ പോർഷൻ വേണ്ട. അത് മൈനസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു b/2 ഈ ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് മൈനസ് ചെയ്യുന്നത്. അതായത് ഇത് b/2 ആയിരിക്കും എപ്പോഴും, ഇതും b/2 ആയിരിക്കും. അതായത് 20ൻ്റെ പകുതി എന്ന് പറയുന്നത് 0.1, അതായത് 0.2ൻ്റെ പകുതി 0.1, ആൻഡ് ഈ 0.1 ആണ് നമ്മൾ മൈനസ് ചെയ്യുന്നത് ആ നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു b/2. അതാണ് ഈ ലെങ്ത്ത്, ഈ ടോട്ടൽ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. സോ ഇതൊക്കെയാണ് ഇതിലെ ബേസിക് കോൺസെപ്റ്റ് സെൻട്രൽ ലൈൻ മെത്തേഡിൻ്റെ. സോ നമ്മൾ ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത്താണ് പ്ലാന് പ്രകാരം ഇനി കണ്ടുപിടിക്കേണ്ടത്. ലെറ്റ് മീ ഷോ യു. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സൈഡാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സൈഡിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഇവിടെ വോൾ തിക്നെസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കേഷനിൽ തന്നിട്ടുണ്ട്. വോൾസ് എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ തിക്കാണ്. സോ 20യുടെ ഹാഫ് എന്ന് പറയുന്നത് 10, ദാറ്റ് ഈസ് 10 + 360 + 20, ഇത് 20, ഇത് ഫുള്ള് നമ്മൾ എടുക്കണം. അതായത് 20 + this 280 + 10. അങ്ങനെ 3 വോൾ ഉണ്ട്. അതായത് 1, then 2, then this one 3. ഓക്കെ, ദാറ്റ് പ്ലസ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെയുള്ള സെൻട്രൽ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 20 + this 330, not 20, my mistake, half distance, that is 10 + 330 + 20 + 360 + 10. അതിൻ്റെ രണ്ട് സൈഡ്, അതായത് 1 ഒരു ഈ സൈഡും ഒരു ഈ സൈഡും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദിസ് സെൻട്രൽ ലൈൻ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 10 + 330 + 10. Next is this distance, that is 10 + next this, that is 360 + 10. Okay.
ഇതൊക്കെ ഒരു വോൾ മാത്രമാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ദിസ് സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ്, അതായത് ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 10 പ്ലസ് 360 പ്ലസ് 10. ഓക്കെ, അതൊരു വോൾ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ സെൻറ്റർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് 10 പ്ലസ് 180 പ്ലസ് 10. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത്, അതായത് 10 പ്ലസ് ദിസ് 150 പ്ലസ് 20 പ്ലസ് 120 പ്ലസ് 10, അതിൻ്റെ 3 വോൾ, 1 2 3. ഇങ്ങനെ നമ്മൾ ടോട്ടലായിട്ടുള്ള എല്ലാത്തിൻ്റെയും സെൻറ്റർ ലൈൻ അതായത് സെൻറ്റർ ലൈനിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്പർ ഓഫ് ജംഗ്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെരി ഈസി. നമ്പർ ഓഫ് ജംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഈ ഡോർ വരുന്ന സൈഡിലുള്ള നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്ലാന് കണക്ട് ചെയ്ത് വരക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ലെറ്റ് മീ ഷോ. അതായത് ഈ സൈഡ്, ഇപ്പോൾ ഈ സൈഡ് മുതൽ ഈ സൈഡ് ഇങ്ങനെ വരക്കുക, ഈ സൈഡ് മുതൽ ഈ സൈഡ് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈസിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. നമ്പർ ഓഫ് ജംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. സോ നമുക്ക് ഇനി കാൽക്കുലേറ്റ് ചെയ്യാം നമ്പർ ഓഫ് ജംഗ്ഷൻ. ലെറ്റ് മീ സ്റ്റാർട്ട് ഫ്രം ഹിയർ, ദാറ്റ് ഈസ് 1 2. നെക്സ്റ്റ് ഈസ് ഹിയർ 3, ഹിയർ 4 5 6 7. Okay, then it's 8, then it is 9, then 10, then 11, then 12. So our number of junction എന്ന് പറയുന്നത് 12 ആണ്. അതായത് 1 2 3 4 5 6 7 8 9 10 11 12. സോ ഹിയർ നമുക്ക് 12 ജംഗ്ഷൻസ് ഉണ്ട്. നമ്പർ ഓഫ് ജംഗ്ഷൻ എന്ന് പറയുന്നത് 12 ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറയുന്നത് ടോട്ടൽ സെൻട്രൽ ലൈൻ ലെങ്ത് എന്ന് നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു വിഡ്ത്ത് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ലെങ്ത്ത് കിട്ടും. ഇത് നേരത്തെ ഞാൻ ക്ലിയർ ചെയ്ത് തന്നതാണ് എന്താണ് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ പ്രിപ്പയർ ചെയ്യാനാണ് വേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെർട്ടിക്കുലേഴ്സ്, നെക്സ്റ്റ് നമ്പർ, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ക്വാണ്ടിറ്റി ആൻഡ് വാട്ട് ആർ ദി റീമാർക്സ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് എർത്ത് വർക്ക് എക്സ്കവേഷൻ ആണ്. സോ എർത്ത് വർക്ക് എക്സ്കവേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ടത് PCCയുടെ ബ്രെഡ്ത്താണ്. അതായത് നമുക്ക് PCC എത്രയാണ് ബ്രെഡ്ത്ത്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്റർ ആണ്, വിച്ച് ഈസ് 0.8 മീറ്റർ. സോ നേരത്തെ തന്ന ഇക്വേഷൻ നമ്മൾ ടോട്ടൽ സെൻട്രൽ ലൈൻ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് 57.4 ആണ്. അത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ 12 ഇൻറ്റു വിഡ്ത്ത് എന്ന് പറയുന്നത് PCCയുടെ വിഡ്ത്താണ് എർത്ത് വർക്ക് എക്സ്കവേഷനിൽ യൂസ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് 0.8/2 വിച്ച് ഈസ് 52.6. സോ 52.6 ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.8, ഹൈറ്റ് എന്ന് പറയുന്നത് 0.8. സോ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 33.664. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാൻഡം റൂബൽ മേസൺറി ഫോർ ഫൗണ്ടേഷൻ. ക്വസ്റ്റ്യനിൽ റാൻഡം റൂബൽ മേസൺറിയുടെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.6 ആണ് വിഡ്ത്ത് തന്നത്, ഹൈറ്റും 0.6 ആണ് തന്നത്. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് തന്നിരിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ജംഗ്ഷന് വിഡ്ത്ത് മൈനസ് ചെയ്തിട്ട്. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് 57.4 മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് 12 ഇൻറ്റു ദിസ് വിഡ്ത്ത് ബൈ 2, 0.6/2 വിച്ച് ഈസ് 53.8. So the quantity is 53.8 into 0.6 into 0.6, that is 19.368. ഓക്കെ, ഇത് ഫൗണ്ടേഷൻ്റെ മാത്രമാണ്. റാൻഡം റൂബൽ മേസൺറിയുടെ ഇനി നെക്സ്റ്റ് ഉണ്ട്, അതായത് ബേസ്മെൻറ്റിലും ഉണ്ട്. ബേസ്മെൻറ്റിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബേസ്മെൻറ്റിനും 0.45 മീറ്ററാണ് ബ്രെഡ്ത്ത്, ഹൈറ്റ് എന്ന് പറയുന്നത് 0.45 ആണ്. ഇത് ബേസ്മെൻറ്റിൻ്റെ ആണ്. അപ്പം ലെങ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്ത് 57.4 മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ എന്ന് പറയുന്നത് 12, അത് ഇൻറ്റു 0.45/2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത്ത് കിട്ടും. ദാറ്റ് ഈസ് 54.7. സോ മൾട്ടിപ്ലൈ ലെങ്ത്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 11.076. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റാൻഡം റൂബൽ മേസൺറിയുടെ ടോട്ടൽ, അതായത് ഫൗണ്ടേഷൻ്റെ ക്വാണ്ടിറ്റി 19.368 പ്ലസ് ബേസ്മെൻറ്റിൻ്റെ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് 11.076, ദാറ്റ് ഈസ് 30.44 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് റാൻഡം റൂബൽ മേസൺറിയുടെ.
സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് വർക്ക് ഫോർ വോളാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. സോ അതിൻ്റെ നമ്മൾ ലെങ്ത്ത് കണ്ടുപിടിക്കണം. ബ്രെഡ്ത്ത് നമ്മൾ 0.2 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതായത് 20 സെൻറ്റിമീറ്റർ തിക്നെസ് വോളാണ്. സോ മീറ്ററിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2. ഹൈറ്റ് എന്ന് പറയുന്നത് 3 മീറ്ററാണ്, അതും സ്പെസിഫിക്കേഷനിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് ടോട്ടൽ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 57.4 ആണ്. അത് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ ഇൻറ്റു b/2 വിച്ച് ഈസ് 12 ഇൻറ്റു 0.2/2. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് 56.2. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 56.2 ഇൻറ്റു 0.2 ഇൻറ്റു 3. സോ 33.72. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രിക്ക് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും ഓപ്പണിങ്സ് ഡിഡക്റ്റ് ചെയ്യണം. ഓപ്പണിങ്സ് എന്ന് പറയുമ്പം ഡോർസ് ഉണ്ടാവും, വിൻഡോസ് ഉണ്ടാവും, വെന്റിലേഷൻസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. പിന്നെ ലിൻറ്റൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലിൻറ്റലും നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം. സോ ഫസ്റ്റ് ഡോറാണ്. ഡോറിൽ തന്നെ പല ഡോറുകളുണ്ട്. D ഉണ്ട്, D1 ഉണ്ട്, D2 ഉണ്ട്. ഇതും സ്പെസിഫിക്കേഷനിൽ തന്നതാണ്. സോ ഫസ്റ്റ് ഡി എന്ന് പറയുന്നത് 4 എണ്ണമുണ്ട്. സോ നമ്പർ 4, അതായത് 0.9 ആണ് അതിൻ്റെ ലെങ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2. ബ്രെഡ്ത്ത് നമ്മൾ സെയിം ബ്രിക്ക് വർക്കിൻ്റെ ബ്രെഡ്ത്ത് തന്നെ എടുക്കണം. ഹൈറ്റ് എന്ന് പറയുന്നത് 2.1. ഓക്കെ, അതായത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1.512 മീറ്റർ ക്യൂബ് ആണ്. നെക്സ്റ്റ് D1 എന്ന് പറയുന്നത് ഒരു ഡോറയിലും അതിൻ്റെ ലെങ്ത്ത് 1 മീറ്ററാണ്, 0.2 ആണ്. അതായത് സെയിം ബ്രിക്ക് വർക്കിൻ്റെ അതേ ബ്രെഡ്ത്ത് തന്നെ നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോഴും എടുക്കേണ്ടതാണ്. സോ 0.2 ഹൈറ്റ് 2.1. സോ 0.42. നെക്സ്റ്റ് ഈസ് D2. രണ്ട് D2 ഡോർസ് ഉണ്ട്. 0.8 ആണ് ലെങ്ത്ത്. ബ്രെഡ്ത്ത് സെയിം ബ്രിക്ക് വർക്കിൻ്റെ ബ്രെഡ്ത്ത് തന്നെ. ഹൈറ്റ് 2.1. സോ ദ ക്വാണ്ടിറ്റി 0.672. നെക്സ്റ്റ് KW, ദാറ്റ് ഈസ് കിച്ചൻ്റെ വിൻഡോ. 2 വിൻഡോ ഉണ്ട്. 0.2 ആണ് സെയിം ബ്രിക്ക് വർക്കിൻ്റെ അതേ ബ്രെഡ്ത്ത് തന്നെ. ഹൈറ്റ് 1 മീറ്റർ ആണ്. സോ 0.32. നെക്സ്റ്റ് ഈസ് W3 എന്ന് പറയുന്ന വിൻഡോ. 2 എണ്ണമുണ്ട്. 1.2 ലെങ്ത്ത്, ബ്രെഡ്ത്ത് 0.2. നെക്സ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 1.5. ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.72. ഓക്കെ, നെക്സ്റ്റ് W എന്ന് പറയുന്ന വിൻഡോ. സോ അത് 1 ആണ്. ലെങ്ത്ത് 0.5 ആണ്. ബ്രെഡ്ത്ത് സെയിം തന്നെ. ഹൈറ്റ് 1.5. ക്വാണ്ടിറ്റി 0.15. നെക്സ്റ്റ് വെന്റിലേഷൻ. 2 വെന്റിലേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ 2. ലെങ്ത്ത് എന്ന് പറയുന്നത് 0.6 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2 ആണ്. ഹൈറ്റ് 0.4. സോ ക്വാണ്ടിറ്റി 0.096. നെക്സ്റ്റ് ലിൻറ്റൽ ചുറ്റും ലിൻറ്റൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ 1. സോ ലെങ്ത്ത് പറയുന്നത് സെയിം ലെങ്ത്ത്, അതായത് ബ്രിക്ക് വർക്കിന് നമുക്ക് നേരത്തെ ഒരു ലെങ്ത്ത് കിട്ടിയിട്ടില്ലേ, ദാറ്റ് ഈസ് 56.2. അതേ ലെങ്ത്ത്, അതായത് ഫുള്ളായിട്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ലിൻറ്റലിൻ്റെ. സോ 56.2 തന്നെ ലെങ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.2. ഹൈറ്റ് മാത്രം ഡിഫറെൻറ്റ്. ഹൈറ്റ് ലിൻറ്റലിൻ്റെ ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 0.15 മീറ്റർ. അപ്പോൾ സോ 1.686. സോ ടോട്ടൽ ഡിഡക്റ്റ് ചെയ്യേണ്ട വോളിയാണ് നമ്മൾ ഇതെല്ലാം, അതായത് ഡിഡക്റ്റ് ചെയ്യേണ്ട എല്ലാം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് 5.576 മീറ്റർ ക്യൂബാണ്. സോ അത് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോട്ടൽ കിട്ടിയത് 28.144 മീറ്റർ ക്യൂബാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RCC റൂഫ് സ്ലാബിൻ്റെ വോളിയമാണ്. സോ നമ്മൾ ഫസ്റ്റ് ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പറയുന്നത് ഒരു 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ ഉണ്ട് എന്നാണ്. സോ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കിച്ചൺ, ബെഡ്റൂം, സിറ്റ് ഔട്ട് ആൻഡ് ലിവിംഗ് റൂമിൻ്റെ ലെങ്ത്താണ്. ലെറ്റ് മീ ഷോ. അതായത് കിച്ചൺ, ബെഡ്റൂം, സിറ്റ് ഔട്ട്, ലിവിംഗ് റൂം. അതായത് ഇവിടെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ നമ്മൾ കൊടുക്കണം. അതായത് 10 സെൻറ്റിമീറ്റർ പുറത്തേക്ക്. ഈ വോളിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോറി, ഡ്രോയിങ് കുറച്ച് വീക്കാണെന്ന് അറിയാം. ഇതാണ് 10 സെൻറ്റിമീറ്റർ ആണ്. 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ വോളിയാണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ 10 ലെങ്ത്ത് എന്ന് പറയുന്നത് 10 പ്ലസ് 20 പ്ലസ് 330 പ്ലസ് 20 പ്ലസ് 360 പ്ലസ് 20 പ്ലസ് 10. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 10 പ്ലസ് 20 പ്ലസ് 280 പ്ലസ് 20 പ്ലസ് 360 പ്ലസ് 20 പ്ലസ് 10. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ,
സോ അതാണ് ലെങ്ത് 330 പ്ലസ് 20 പ്ലസ് 360 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 10, അതാണ് 7.7. ഓക്കെ, വിഡ്ത്ത് എന്ന് പറയുന്നത് 20 പ്ലസ് 360 പ്ലസ് 20 പ്ലസ് 280 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 10, ദാറ്റ് ഈസ് 7.2. ഹൈറ്റ് എന്ന് പറയുന്നത് 0.1. സോ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 5.544. നെക്സ്റ്റ് നമുക്ക് റിമൈനിങ് ആയിട്ടുള്ളത് ബാത്ത് പ്ലസ് WC പ്ലസ് പാസേജ് ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ സെയിം 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ ഉണ്ട് ഔട്ട്വേർഡ്സിൽ. സോ ദിസ് ഈസ് ദ 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ. ഇവിടെയും 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ, ഈ സെയിം 10 സെൻറ്റിമീറ്റർ പ്രൊജക്ഷൻ. സോ നമ്മൾ ഇതാണ് ഇനി കാൽക്കുലേറ്റ് ചെയ്യേണ്ട വോളിയം. ഓക്കെ, ഓൾറെഡി നമ്മളിപ്പോൾ ഇവിടെ 10 സെൻറ്റിമീറ്റർ എക്സ്ട്രാ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ ലെങ്ത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ 10, ദാറ്റ് ഈസ് ദിസ് 10 പ്ലസ് 20 പ്ലസ് ദിസ് height, that is 120 plus 20 plus 150, then 150 എന്ന് പറയുമ്പോൾ ഇത് മുതൽ ഇതുവരെ വരും, then this 20 അല്ലേ. പക്ഷെ നമ്മൾ 150 വരെ എടുക്കൂല, ബിക്കോസ് ഈ 10, അതായത് ഈ പോർഷൻ ഓൾറെഡി നമ്മൾ എസ്റ്റിമേഷനിൽ വന്നു കഴിഞ്ഞു, അത് ഇപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. സോ നമ്മളെപ്പോഴും ഈ ലെങ്ത്തിൽ നിന്ന് 10 മൈനസ് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. സോ 10 പ്ലസ് 20 പ്ലസ് 120 പ്ലസ് 20 പ്ലസ് 150 മൈനസ് 10, ബിക്കോസ് ഇത് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മൾ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബാത്ത് പ്ലസ് WC പ്ലസ് പാസേജിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 20 പ്ലസ് 360 പ്ലസ് 20 പ്ലസ് 10 പ്ലസ് 10 ആണ്. അതെന്ന് പറയുമ്പം നോർമൽ ആയിട്ടുള്ളത് തന്നെ. ഇവിടെ മുതൽ ദിസ് 10 മുതൽ ഈ 10, അതായത് 10 പ്ലസ് 20 പ്ലസ് ഈ പാസേജിൻ്റെ എടുത്ത്, അതായത് 360 മൊത്തമായിട്ട് 360 പ്ലസ് 20 പ്ലസ് 10, ലെങ്ത് സെയിം തന്നെ. സോ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 20 പ്ലസ് 120 പ്ലസ് 20 പ്ലസ് 150 പ്ലസ് 10 മൈനസ് 10 ആണ്. മൈനസ് 10 എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലിയർ ആയെന്ന് തോന്നുന്നു, ബിക്കോസ് അതായത് എക്സ്റ്റൻഷൻ 10 ഈ കിച്ചൺ പ്ലസ് ബെഡ്റൂം പ്ലസ് സിറ്റ് ഔട്ട് പ്ലസ് ലിവിംഗ് റൂമിൽ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. സോ ആ 10 നമുക്ക് ആവശ്യമില്ല. ബ്രെഡ്ത്ത് എടുക്കുമ്പോൾ അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ മാത്രമേ വേണ്ടൂ, ഇന്നർ സൈഡിൽ വേണ്ട. സോ ആ 10 മൈനസ് ചെയ്തു. സോ ലെങ്ത്ത് എന്ന് പറയുന്നത് 4.2, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3.1. നെക്സ്റ്റ് ഹൈറ്റ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എത്ര തിക്നെസ് ആണ്, 10 സെൻറ്റിമീറ്റർ തിക്നെസ് ആണ്. സോ 0.1, ക്വാണ്ടിറ്റി ഈസ് 1.302. സോ ടോട്ടൽ എന്ന് പറയുന്നത് ഈ രണ്ട്, അതായത് 5.544 plus 1.302 is equal to 6.846. ഓക്കെ, ഇതാണ് ആൻസർ. സോ നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് വുഡ് വർക്ക് ഫോർ ഡോർ ഫ്രെയിം ആണ്. സോ വുഡ് വർക്ക് ഫോർ ഡോർ ഫ്രെയിം കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. സെയിം തന്നെ സെൻട്രൽ ലൈൻ മെത്തേഡാണ്. അപ്പം നമുക്ക് ജസ്റ്റ് അസ്യൂം ചെയ്യാം ഇതൊരു വുഡ് വർക്ക് ഫ്രെയിം ആണെന്ന്. സോ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ, അതായത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു ഡോർ എടുക്കുക, അതായത് ഡി എന്ന് പറഞ്ഞ ഡോറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.1 ആണ്. ദിസ് ഈസ് 2.1 മീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.9 മീറ്റർ ആണ്. ഓക്കെ, ആൻഡ് ദ തിക്നെസ് അല്ല, ഇത് ഫ്രെയിമിൻ്റെ തിക്നെസ് തന്നെ, അതെന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. ആൻഡ് ഇന്നർ സൈഡിൽ വരുന്നതാണ്, ഇന്നർ ഭാഗത്തും ഫ്രെയിം ഉണ്ടാവും, ഇന്നർ ഭാഗത്ത് വരുന്നതാണ് 10 സെൻറ്റിമീറ്റർ. ഓക്കെ, അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. ഷോർട്ടർ ആയിട്ട് തന്ന ഡയമെൻഷനാണ് നമ്മൾ ഈ കാണുന്ന ഭാഗം, അതായത് ഈ ഫ്രെയിമിൽ ഇപ്പം കാണുന്ന ഭാഗം. ആൻഡ് 10 സെൻറ്റിമീറ്റർ എന്നത് ഉള്ളിൽ വരുന്ന ഭാഗമാണ്. സോ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ്, 2.1 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ 2.1 മൈനസ് ഈ ഹാഫ് പോർഷൻ എന്ന് പറയുന്നത് എത്രയാണ്, 0.07 സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് ബൈ 2 ആണ്. അതുപോലെ ഇതും 0.07 ബൈ 2 ആണ്. സോ 2.1 മൈനസ് 2 ഇൻറ്റു 0.07 ബൈ 2, ഇത് ഒരു സൈഡിൻ്റെ, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൻ്റെയും ആകുമ്പോൾ ഇൻറ്റു 2 പ്ലസ് ദിസ് സൈഡ്, ദാറ്റ് ഈസ് 0.9 ആണ് ഇത് ഫുൾ. സോ ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസും ഇതിൻ്റെ സെൻറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.07 തന്നെ. സോ 0.9 മൈനസ് 2 ഇൻറ്റു 0.07 ബൈ 2 ഇൻറ്റു 2. സോ ഇതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ലെങ്ത്ത്. ഈ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ ഫ്രെയിമിൻ്റെ ലെങ്ത്ത്. ഓക്കെ,
ഇനി ഇത് ഈസി അല്ല കാൽക്കുലേറ്റ് ചെയ്യാൻ, സിമ്പിളാണ്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഫസ്റ്റ് ഡീൻ്റെ ആണ്. ഡി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലെങ്ത്ത് കിട്ടിയത് വെയിറ്റ്, നമുക്ക് ലെങ്ത്ത് കിട്ടിയത് 5.72 ആണ്. സെൻട്രൽ ലൈൻ വഴി കിട്ടിയത്. അത് 4 എണ്ണമുണ്ട്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.07 ആണ്. ഹൈറ്റ് എന്ന് പറയുന്നത് 0.1 ആണ്. അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 7 സെൻറ്റിമീറ്റർ ആണ്. സോ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 0.16. നെക്സ്റ്റ് D1 സെയിം വേ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ബ്രെഡ്ത്തിന് മാത്രം ചേഞ്ച് ഉണ്ട്. അതായത് അപ്പർ ഫ്രെയിമിൻ്റെ ലെങ്ത്തിന് ചേഞ്ച് വരുന്നുണ്ട്. അത് 1 മീറ്റർ ആകുന്നുണ്ട്. നേരത്തെ നമ്മൾ 90 സെൻറ്റിമീറ്റർ ആണ് യൂസ് ചെയ്തത്. അത് 1 മീറ്റർ ആയിട്ട് മാറും. സോ ദ ലെങ്ത് വിൽ ഓൾസോ ഡിഫറെൻറ്റ്. ദാറ്റ് ഈസ് 5.92. ബ്രെഡ്ത്ത് എന്ന് പറയുന്നതും ഹൈറ്റ് എന്ന് പറയുന്നതും സെയിം തന്നെ. സോ ക്വാണ്ടിറ്റി ഈസ് 0.04. നെക്സ്റ്റ് D2 ആണ്. D2ൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. ലെങ്ത്ത്, അതിൻ്റെയും ലെങ്ത്ത് അതായത് എക്സ്റ്റൻഷന് ചെറിയ മാറ്റമുണ്ട്. സോ 4.86. ചെറിയ ഫ്രെയിമിന് ചെറിയ ഡിസ്റ്റൻസിന് ചെറിയ മാറ്റങ്ങളുണ്ട്. സോ 4.86. കണ്ടുപിടിക്കുന്ന വേ സെയിം തന്നെ, സെൻട്രൽ ലൈൻ മെത്തേഡ് വഴി തന്നെ. നെക്സ്റ്റ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 0.07. നെക്സ്റ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 0.1. സോ ക്വാണ്ടിറ്റി ഓൾസോ കാൽക്കുലേറ്റ്. നെക്സ്റ്റ് ഇതിനെ ടോട്ടലായിട്ട് പ്ലസ് ചെയ്യുക. ദാറ്റ് ഈസ് 0.268. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുന്നതാണ്.